കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതമാണ്. ഇത് ദീപാവലി ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഷോപ്പിംഗ് പറഞ്ഞാൽ അച്ഛൻ കുറേ ബോസ് പൈസ തന്നിട്ടുണ്ട് ഡ്രസ്സ് വാങ്ങാൻ. അത് വാങ്ങാനായിട്ട് ഞാൻ ടൗണിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ മധ്യപേട്ടയെന്ന് പറയും, അവിടെ ഒരു ജ്വല്ലറി ഷോപ്പ് ഫേമസ് കാവേരി ജ്വല്ലറിന് അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു തുണീൻ്റെ ഷോപ്പുണ്ട്. ദീപാവലി ആയാൽ പിന്നെ അറിയുമല്ലോ, എല്ലാ ഷോപ്പിലും നല്ല നല്ല പൂവലിട്ട് പിന്നെ സർക്കിളെത്തി ടൗണ് അവിടെ പിന്നെ നല്ല നല്ല ഷോപ്പിൽ നല്ല നല്ല ഡ്രസ്സ് ഇതാ പുറത്തിട്ടേക്ക് കാണും. എന്ത് ഭംഗിയല്ലേ, കുറേ ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട്. ഷനസനത്തിൽ നല്ല കളക്ഷനാണ്, നല്ല കാണുമ്പോൾ നല്ല ഭംഗിയെന്ന് തോന്നുന്നു. പാർട്ടി വെയർ സിമ്പിൾ ഇങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാം എത്തി ഞങ്ങളുടെ ടൗൺ എത്തുന്നത് അതിൻ്റെ ആയി. പിന്നെ ഇത് ഞങ്ങളുടെ ടൗണാണ് ഷനസനത്തിൽ. ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾക്കറിയില്ല ദീപാവലി പിന്നെ എല്ലാ ഷോപ്പിലും ഫ്ലവേഴ്സ് വെക്കണം. അങ്ങനെയെല്ലാം കഴിഞ്ഞു. പിന്നെ ആടുന്ന് ആൻറ്റിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇത് എന്തെന്നറിയുക, രക്ഷാബന്ധനാന്ന് പറയും. ഏട്ടൻക്ക് അനിയത്തി ഏച്ചിമാർ കെട്ടുന്ന ഒരു ബന്ധം. പിന്നെ ഇത് വരമഹാലക്ഷ്മി പൂജൻ്റെ ആൻറ്റിൻ്റെ ഷോപ്പിൽ ഒരു പൂജ ആക്കിയതാണ്. അതാ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല രസമുണ്ട്. പിന്നെ ഓരോ ഷോപ്പിലുണ്ട് ചെറിയ വീഡിയോസ് എടുത്ത്. ഇതാണ് അതിൻ്റെ ആപ്പിൽ കെട്ടിയിട്ടുള്ളത്. നോക്കി എന്ത് രസമല്ലേ ഇങ്ങനെ കെട്ടുന്നത് കാണാൻ. പിന്നെ ഒരു മുന്തിരിക്ക് എത്താനായിട്ട് അതിനെല്ലാം പ്രിപ്പറേഷൻ ആക്കുന്നുണ്ട്. അതാ ഇങ്ങനെ മുന്തിരിനെ ഒരു ബള്ളി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ആ ബള്ളിക്ക് കെട്ടണം. അങ്ങനെ ഞാൻ കുറേ കെട്ടിയിട്ടുണ്ട്, നല്ല രസം ഉണ്ടാവുക. ഞാൻ കുറേ കെട്ടിയിട്ടുണ്ട്. പിന്നെ അച്ഛന് ഡ്രസ്സ് വാങ്ങണം, അങ്ങനെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ആൻറ്റിൻ്റെ ഷോപ്പിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞിട്ട് കേത്തേശ്വര ഷോപ്പിലേക്ക് പോവാണ്. അത് അച്ഛൻ താഴെ ഇറങ്ങിയിട്ട് പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഡ്രസ്സുണ്ട് ഇതെല്ലാം വീഡിയോസ് എടുക്കുന്നുണ്ട്. നല്ല നല്ല ഡ്രസ്സസ് ഉണ്ട്, കാണുമ്പോൾ നമുക്ക് എന്തോ എന്ന് തോന്നും. പക്ഷെ അടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അച്ഛൻ അകത്തേക്ക് പോയി. അപ്പം ഞാൻ എന്താക്കി, വേഗം ഒരു വീഡിയോസ് എല്ലാം എടുത്ത് ഡ്രസ്സിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള സിമ്പിൾ ഡ്രസ്സ് നല്ല ഭംഗി. പിന്നെ ആൻറ്റിൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷോപ്പുണ്ട്. ഓക്കെ, കല്യാണത്തിനുള്ള മാലകൾ, സിമ്പിൾ മാല, പിന്നെ തുളസി, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോസ് എടുത്തതാണ്. നല്ല ഉണ്ടല്ലോ, അത് എല്ലാ പൂവിൻ്റെയും കാണും നല്ല ഭംഗി തോന്നി. അപ്പോൾ എൻ്റെ ഒരു ചെറുങ്ങനെ ഒരു പൂവിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു സെൽഫി എല്ലാം എടുത്ത്. പിന്നെ അച്ഛന് ഡ്രസ്സ് വാങ്ങിയിട്ട് പോയി, അതിൻ്റെ വീഡിയോ എടുക്കാനായിക്കുക. പിന്നെ ബസ് വന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ്. പോയോണ്ടിരിക്കണം, അവിടെ വയലെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ആ വയലുണ്ട്, ഇതെല്ലാം ചെറുങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത്. ഇത് ജാത്രമള എന്ന് പറയും. പിന്നെ ചന്ത ആണ് ഒരു സ്ഥലമാണ്. ചന്ത പറഞ്ഞാൽ കൊല്ലത്തുള്ള ഇതാണ് ഞങ്ങളുടെ ചർച്ച്. വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റേ ഉള്ളൂ. ആടുന്ന് കുറച്ച് ഒരു 2 മിനിറ്റ് മുമ്പ് പോയാൽ ഞങ്ങളുടെ വീട് കിട്ടിയതാ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീടെത്തും. അങ്ങനെ പിന്നെ ഞാൻ ബസ് ഇറങ്ങിയിട്ടിട്ട് വീട്ടിൽ നടക്കുമ്പോൾ പോകണേ. അത് മുകളിലോട്ടുള്ളതാണ് ഞങ്ങളുള്ള വാടക വീട്. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ അച്ഛനുണ്ട് ബോസ്. പിന്നെ അവിടെ ചുറ്റുള്ള ബേക്കറിക്കാർ അച്ഛൻ കുറേ സ്വീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാ സ്വീറ്റിൻ്റെ ഓരോ ബോക്സ് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാ തരത്തിൻ്റെ സ്വീറ്റ് ഉണ്ട്, ബൂന്തി ഉണ്ട്. അങ്ങനെല്ലാം എടുത്തിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് എല്ലാ ബോക്സും നീയൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട്. 2 ബൂന്തി, അതിൽ പിന്നെ ഓരോ സ്വീറ്റ് എടുത്ത് ലഡു. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് രാത്രി ദീപാവലി പിന്നെ പട്ടാക്ക അടിക്കുന്നല്ലേ, അങ്ങനെ പട്ടാക്ക അടിക്കുന്നതെല്ലാം ഇരുട്ടായത് കൊണ്ട് ശരി കാണുന്നില്ല. പിന്നെ ആയാലും ഞാൻ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.